എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വഴുതനങ്ങ മസാല തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്ത് ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കളറ് മാറിപ്പോകും. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കാം, എണ്ണ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കരുത്. വെള്ളത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ കളറൊക്കെ മാറിപ്പോകും. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും, അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം വേണം ഇതിലേക്ക് തക്കാളി ചേർക്കാനായിട്ട്. തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുന്ന വഴുതനങ്ങയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ലതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തെ ഏകദേശം 1 മിനിറ്റ് തുറന്ന് തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ച ശേഷം വീണ്ടും ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ മസാല റെഡിയാകും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്